ചേട്ടനെപ്പോലെ തന്നെ അനിയനും കൊല്ലപ്പെടാം. ഉമ്മച്ചൻ്റെ ജീവൻ അപകടത്തിലാണ്. ആ വിവരം പറയാനാണ് അവരവിടെ പോയത്. മുന്നറിയിപ്പ് അയാൾക്ക് സ്വീകരിക്കാൻ തോന്നണ്ടേ? അയാൾക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്. അത് അവിടെ എത്ര കാലം നിലനിൽക്കും? കൊലയാളി എന്ന കുറ്റാന്വേഷണ നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 33-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. ജോസ് മാത്യു മനസ്സിൽ വിചാരിച്ചു. ഇങ്ങോട്ട് പോന്നപ്പോഴേ ആകുന്നത് പറഞ്ഞതാണ്. ഇവനെപ്പോലുള്ളവൻ്റെ ജീവൻ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങണ്ടാന്ന്. കേൾക്കണ്ടേ? പോന്നിട്ടിപ്പോൾ എന്തായി? ഇവൻ്റെ പൊങ്ങച്ചം കണ്ട് തിരിച്ചു പോകേണ്ട ഗതിയായില്ലേ? ഇവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കുമോ? ജീവൻ ജോസ് അപ്പോഴും ശാന്തത കൈവെടിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ കേട്ടുവെങ്കിലും ആ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും വന്നിട്ടുമില്ല. പക്ഷേ സംസാരത്തിൻ്റെ രീതി മാറി. വിവരങ്ങൾ അറിയാനായി കളപ്പുരയ്ക്കൽ ജോസിൻ്റെ മകൻ ജീവൻ എന്ന ഞാൻ ഇറങ്ങിയെങ്കിൽ അറിഞ്ഞിട്ട് മാത്രമേ തിരിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മുൻപിലിരിക്കുന്നത് ആരാണെന്ന് നോക്കരുത്. അതാണ് എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ രണ്ടും ഒരേ തരം കുടുംബങ്ങളിൽ നിന്ന് വന്നതായതുകൊണ്ട് എനിക്കിത് കേട്ടാൽ ഒരു അതിശയവും തോന്നുകയുമില്ല. ജീവൻ്റെ സംസാരത്തിൽ മറഞ്ഞിരുന്ന അപേക്ഷയുടെയും തൻ്റെയിടത്തിൻ്റെയും സ്വരം ഉമ്മച്ചന് വ്യക്തമായി മനസ്സിലായി. അപ്പോൾ തന്നെ അയാൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു, ഇവൻ തന്നെപ്പോലെ തന്നെ ഏതോ തല്ലിപ്പുളിയായ അച്ചായൻ്റെ മകനാണെന്ന് തോന്നുന്നു. കളപ്പുരയ്ക്കൽ ജോസ് എന്ന പേര് കേട്ടിട്ടില്ല. എന്നാലും പറച്ചിലിൻ്റെ ഗാംഭീര്യം ആ പാരമ്പര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ വകവയ്ക്കുമോ? അതുകൊണ്ട് അവനോട് ഇനി ഭീഷണിയുടെ സ്വരമല്ല വേണ്ടത്, മര്യാദയുടെ സ്വരമാണ്. എന്നെപ്പോലുള്ള ഒരു അപ്പൻ്റെ മകനായതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാം, പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യാം. പക്ഷേ അധിക സമയം എടുക്കരുത്. എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. ജോസ് മാത്യുവിൻ്റെ മുഖത്ത് ഒരു പരിഹാസഭാവം. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ പറയാൻ തയ്യാറായിരിക്കുന്നത് കണ്ടില്ലേ? ജഗജില്ലിയാണ് പോലും. പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളുടെ ചേട്ടൻ ചെറിയാച്ചൻ കൊല്ലപ്പെട്ട വിവരം അറിയാമല്ലോ. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് മാത്രം ഇതുവരെയും കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊലയാളിയെ കിട്ടിയിട്ടുമില്ല. എന്നാലും ഞങ്ങളുടെ സംശയപ്രകാരം ചെറിയാച്ചനുമായി ബന്ധപ്പെട്ടവരാണ് ബാക്കി കൊല്ലപ്പെട്ടവരൊക്കെയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുമായിട്ടും ബന്ധപ്പെട്ടവരാണ്. ജീവൻ ജോസിൻ്റെ ലക്ഷ്യം ഏകദേശം ഉമ്മച്ചനും മനസ്സിലായി എന്ന് തോന്നുന്നു. അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം കണ്ടു. അത് ചിലപ്പോൾ ചേട്ടൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞത് കേട്ടതുകൊണ്ടുമാകാം. ചേട്ടൻ കൊല്ലപ്പെട്ടിട്ട് നാളെത്രയായി? പിന്നെ ചേട്ടൻ്റെ കൊലപാതകത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്നറിയാനാണോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? ഏതെങ്കിലും അനിയൻ ചേട്ടനെ കൊന്നുകളയുമോ? ചേട്ടനെ കൊന്നവനെ എനിക്കറിയാമെങ്കിൽ അവനെ ഈ ഭൂമിക്ക് മുകളിൽ ഞാൻ വച്ചേക്കുമോ? ഇല്ലല്ലോ. ഉമ്മച്ചൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. സ്വതവേ ഭീകരമായ അയാളുടെ മുഖം കൂടുതൽ ഭീതിപ്പെടുത്തുന്നതായി. അത്തരത്തിലുള്ള സംശയമൊന്നും എനിക്കില്ല. പക്ഷേ ചെറിയാച്ചൻ കൊല്ലപ്പെട്ടതുപോലെ തന്നെ നിങ്ങളും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. അതിനാണ് സാധ്യത മുഴുവൻ കാണുന്നത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഒരു ആലോചനയുണ്ട്. അതിനെപ്പറ്റി പറയാനും കൂടിയാണ് ഞാൻ വന്നത്. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനല്ല. ഇപ്പോഴും ഉമ്മച്ചൻ്റെ മുഖത്ത് ഒരു തരം പുച്ഛച്ചിരിയാണ്. ഇവന്മാരെ കൊണ്ട് തന്നെ രക്ഷിക്കാൻ കഴിയുമോ എന്ന ഭാവം. അത് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും ആവശ്യമില്ല.
ബുദ്ധിമുട്ടണമെന്നില്ല. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അല്ലേലും എൻ്റെ രക്ഷയ്ക്ക് എൻ്റെ ഒപ്പം തന്നെ ആളുകളുണ്ട്. എനിക്കറിയാത്ത ആളുകൾ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് എൻ്റെ സുരക്ഷ ഞാൻ നോക്കിക്കൊള്ളാം. ഇനി ഉമ്മച്ചനെ ആരെങ്കിലും തട്ടിക്കളഞ്ഞെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിക്കും. അല്ല പിന്നെ. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഒരുത്തനെ തട്ടിക്കളഞ്ഞാൽ പിന്നെ അവൻ പോയത് തന്നെ. ചെറിയാച്ചൻ കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ പ്രത്യേകമായി എന്താ സംഭവിച്ചത്? ഭൂമി പഴയതുപോലെ തന്നെ ഇപ്പോഴും കറങ്ങുന്നു. അതിനിപ്പോൾ ചെറിയാച്ചനും ഉമ്മച്ചനും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നഷ്ടപ്പെട്ടാൽ പിന്നെയും അവരുടെ കുടുംബത്തിന് പോയി, അത്ര തന്നെ. ഞങ്ങൾക്കത് ബുദ്ധിമുട്ടൊന്നുമല്ല. മാത്രവുമല്ല, മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് താനും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ മാത്രം നടപ്പിലാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. അത് പോകട്ടെ. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളെ നിർബന്ധിക്കണം എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് നിങ്ങൾ കേട്ടേ മതിയാകുകയുള്ളൂ. ചിരിച്ചുകൊണ്ട് അതുവരെയും സംസാരിച്ചു കൊണ്ടിരുന്ന ജീവൻ ജോസിൻ്റെ മുഖഭാവത്തിൽ വന്ന മാറ്റം ഉമ്മച്ചനെ കാര്യമായി ഒന്നും അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുപോലെ പലരെയും കണ്ടയാളാണല്ലോ അയാൾ. അതുകൊണ്ടായിരിക്കാം ആ ഭാവം അയാളെ ബാധിക്കാതെ ഇരുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അയാൾക്ക് ആവശ്യത്തിലധികം പിന്തുണക്കാരുണ്ടല്ലോ. സമയം കളയാതെ ചോദിക്കണം. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഉമ്മച്ചനെ കൊണ്ട് അറിയാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാം എന്നെങ്ങാനും ഉള്ള വിചാരമുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിചാരം പുറത്തു വച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതിയാകും. ഇനിയിപ്പോൾ കയറിപ്പോയതുകൊണ്ട് അത് കൂടെയില്ലെന്ന് വിചാരിച്ചാൽ മതി. അത് മാത്രമേ നടപ്പുള്ള കാര്യമുള്ളൂ. അത് അയാളുടെ സംസാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത്ര നേരം കൊണ്ട് ആ കാര്യം ജീവനും ജോസ് മാത്യുവിനും മനസ്സിലായി. പായിക്കാട്ട് പള്ളിയുടെ എതിർവശത്തുള്ള ഒരു സ്ഥലം നിങ്ങൾ വാങ്ങിയിരുന്നല്ലോ. ചാത്തൻ പറമ്പിൽ ശങ്കരൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലമാണത്. ആ സ്ഥലം നിങ്ങൾ വാങ്ങിയത് അവർ മനസ്സായി തന്നതാണോ അതോ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും വാങ്ങിയതാണോ? ഇപ്പോഴും ഉമ്മച്ചൻ്റെ മുഖത്ത് ഒരു ചിരി തന്നെ, ഒരു മാതിരി ആക്കി ചിരി. അത് കൊള്ളാം. നല്ല ചോദ്യം തന്നെ. ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ സ്ഥലം വാങ്ങാൻ പറ്റുമോ? അത്ര പോലും അറിയില്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്? അയാൾ എഴുതിത്തരാതെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല സാർ. ഇനി ഞാൻ പറഞ്ഞു തന്നില്ലെന്ന് വേണ്ട. അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമല്ലോ. ഉമ്മച്ചന് ആത്മവിശ്വാസം കൂടിയതുപോലെ തോന്നുന്നു. അയാൾ ഒന്ന് ഇളകിയിരുന്നു കൊണ്ട് തുടർന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിയോ? അത് അവൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കും. സമ്മതത്തിനു വേണ്ടിയല്ലേ വില കൊടുക്കുന്നത്? പറഞ്ഞ പണം അവൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തിട്ടാണ് അവൻ എനിക്ക് എഴുതി തന്നത്. എന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് സമ്മതത്തോടെയാണോന്ന്. ജീവൻ്റെ മുഖത്ത് അതേ ഗൗരവഭാവം തന്നെ. അയാൾ ജോസ് മാത്യുവിനെ ഒന്ന് നോക്കി. അതിനുശേഷം പിന്നെയും ഉമ്മച്ചൻ്റെ നേരെ തിരിഞ്ഞു. അങ്ങനെ അല്ലാതെ വാങ്ങാൻ കഴിയുമെന്ന് എനിക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഉറപ്പുണ്ട്. സമ്മതമില്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്യാനും സൗകര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നും എനിക്ക് നന്നായി അറിയാം. കുറേ കാലമായി ഉമ്മച്ച ഈ കുപ്പായമിട്ട് പല തരത്തിലുള്ള ക്രിമിനലുകളെയും കണ്ട് ചോദ്യം ചെയ്ത് നടക്കുന്നു. എന്നിട്ടാണോ ഇമ്മാതിരി പോഴത്തം ചോദിക്കുന്നതെന്ന മട്ടിലാണ് ഉമ്മച്ചൻ്റെ ഇരിപ്പ്. മുകളിൽ പിടിപാടുള്ളതിൻ്റെ ഒരു ഗമയേ. പാവമായി ഭാവിച്ചാലും നിങ്ങൾ പാവമല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. തെളിവുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾ അന്നും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അതിന് മാത്രം ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ അപ്പോൾ കാണാം. അവർ രണ്ടുപേരും എഴുന്നേറ്റു. സന്തോഷത്തിലൊന്നുമല്ല എഴുന്നേറ്റതെന്ന് ഉമ്മച്ചന് മനസ്സിലായി. അത് ഉമ്മച്ചനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഉമ്മച്ചൻ്റെ അടുത്ത് സന്തോഷം തേടിയൊന്നും ഒരുത്തനും വരണ്ട. ഇവനേക്കാൾ മുഴുത്ത ഓഫീസർമാരുടെ അടുത്ത് തനിക്ക് നല്ല പിടിപാടുണ്ട്. തന്നെ കൈവെള്ളയിൽ എന്നതുപോലെ സംരക്ഷിക്കാൻ അവരുണ്ട് ഏതു സമയത്തും. പിന്നെയല്ലേ ഇവൻ എന്നൊരു ഭാവത്തിലാണ് അയാളുടെ ഇരിപ്പ്. ഇരിക്കട്ടെ, എത്ര ദിവസം അയാൾ അങ്ങനെ ഇരിക്കുമെന്നറിയില്ലല്ലോ. ഒന്നുകിൽ അവൻ്റെ കൈകൊണ്ട് തീരും, അല്ലെങ്കിൽ തങ്ങളുടെ കൈകൊണ്ട് അകത്താകും. രണ്ടിൽ ഒരു കാര്യം തീരുമാനമാണ്. തങ്ങളുടെ കൈകൊണ്ട് അകത്താകുകയാണെങ്കിൽ ജീവനോടെ ഇരിക്കാം. അതിനയാൾക്ക് ആഗ്രഹമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അത്രകാലം മുഴുവൻ അയാൾ പുച്ഛിച്ചു ചിരിക്കട്ടെ. ലോകത്തെ മുഴുവൻ പുച്ഛത്തോടുകൂടി തന്നെ അവൻ കണ്ടുകൊള്ളട്ടെ. ഇതേ ഭാവത്തോടെ ആ കൊലയാളിയുടെ മുൻപിലും അവന് ഇരിക്കാൻ കഴിയണം. ഇറങ്ങാൻ നേരം ജീവൻ തറപ്പിച്ചു പറഞ്ഞു, അപ്പോൾ ഉമ്മച്ച, നമുക്ക് കാണാം. കാണണം, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ആ പറച്ചിലിൽ വീണ്ടും അവർ വരുമെന്നും ഉമ്മച്ചനെ അകത്താക്കും എന്നുമുള്ളതിൻ്റെ ധ്വനിയാണ്. പക്ഷേ അതും ഉമ്മച്ചൻ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. മേലുദ്യോഗസ്ഥരിലുള്ള പിടിപാടിൻ്റെ ഗമ കൊണ്ട് ഇവരോട് പുച്ഛിച്ചു തള്ളലൊക്കെ ആകാം. പക്ഷേ ഇരുട്ടിൻ്റെ മറവിൽ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നവരോട് പുച്ഛം കൊണ്ട് എന്ത് ഫലമുണ്ടാകാനാണ്? ലൈക്കും ഷെയറുമൊക്കെ നിങ്ങൾ ചെയ്യുമായിരിക്കും എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷ. ഷെയർ ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്താൽ കൂടുതൽ ആളുകൾ കാണുകയും വായിക്കുകയും എങ്കിലും ചെയ്യും. അതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.